ചരിത്രത്തിലാദ്യമായി സ്പീക്കറെ പുറത്താക്കിയെന്ന റെക്കോർഡ് ഇനി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ സഖ്യത്തിനും സ്വന്തമായിരിക്കുകയാണ്. പാർലമെന്റിൽ മോദി സ്തുതി പാടിയും ബി.ജെ.പി. എംപിമാർക്ക് വിടുവേല ചെയ്യുകയും ചെയ്ത സ്പീക്കർ ഓം ബിർളയെ തന്നെ പാർലമെന്റിൽ നിന്ന് മാറ്റി നിർത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചത് ചെറിയ നേട്ടമല്ലെന്ന് നമുക്കറിയാം. ഒന്നും രണ്ടും മോദി സർക്കാരിൽ നിന്നും വ്യത്യസ്തമാണ് മൂന്നാം സർക്കാർ. കാരണം ബി.ജെ.പിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ സഭാ സമ്മേളന കാലയളവിൽ എൻ.ഡി.എ എംപിമാരെ വെള്ളം കുടിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, എൻ.ഡി.എ സർക്കാരിനെ താങ്ങി നിർത്തുന്ന നിതീഷ് കുമാറിന്റെ ജെ.ഡി.യുവും ആന്ധ്രയിൽ നിന്നുള്ള ടി.ഡി.പിയും പണ്ട് മുതൽക്കേ സ്പീക്കർക്കെതിരെ നിൽക്കുന്നവരാണ്. ഈ രണ്ട് പാർട്ടികൾ സ്പീക്കർക്കെതിരെ തിരിഞ്ഞാൽ ആകെ 28 എംപിമാർ ഇന്ത്യ സഖ്യത്തിനൊപ്പമാകും. ഇതോടെ സ്പീക്കർ ഓം ബിർളയ്ക്ക് സ്ഥാനം നഷ്ടമാകുമെന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഈ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഓം ബിർള സഭയിൽ നിന്ന് മുങ്ങിയത്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് സഭയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് സ്പീക്കർ പറഞ്ഞു. സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സഭാ സമ്മേളനങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും അത് നോക്കിയാൽ മനസ്സിലാകും. രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്യുക, സംസാരിക്കാൻ അവസരം നൽകാതിരിക്കുക, ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളിലെ എംപിമാരെ തിരഞ്ഞുപിടിച്ച് സസ്പെൻഷൻ ചെയ്യുക, ഇങ്ങനെ പോകുന്നു സ്പീക്കറുടെ ലീലാവിലാസങ്ങൾ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിച്ചെന്നും പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും പാർട്ടി ആരോപിച്ചിരുന്നു. ഈ രീതിയിൽ തയ്യാറാക്കിയ പ്രമേയത്തിൽ 120 പ്രതിപക്ഷ എംപിമാർ ഒപ്പിട്ട് കഴിഞ്ഞു. ആദ്യം സൂചിപ്പിച്ച ജെ.ഡി.യു, ടി.ഡി.പി പാർട്ടിയിലെ എംപിമാർ പ്രമേയത്തിൽ ഒപ്പിട്ടില്ലെങ്കിലും അവിശ്വാസ പ്രമേയത്തിനെ പിന്തുണയ്ക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗിനാണ് അവിശ്വാസത്തിനുള്ള നോട്ടീസ് നൽകിയത്. എൻ.ഡി.എ ഭരണകാലത്ത് സ്പീക്കർക്കെതിരെ ആദ്യമായാണ് അവിശ്വാസത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നത്. 3 ആവശ്യങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുക, കോൺഗ്രസിന്റെ വനിതാ എംപിമാർക്കെതിരായ സ്പീക്കറുടെ പരാമർശം പിൻവലിക്കുക, നെഹ്റു കുടുംബത്തിനെതിരെ നിഷികാന്ത് ദുബെ നടത്തിയ പരാമർശങ്ങൾ രേഖകളിൽ നിന്ന് നീക്കുക എന്നിവയായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യം. ഇക്കാര്യത്തിൽ സമവായത്തിലെത്തിയാൽ മാത്രമേ ബജറ്റ് ചർച്ചയുമായി സഹകരിക്കൂവെന്നും പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിലേക്ക് കടക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. എന്നാൽ സ്പീക്കർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഭരണഘടനയുടെ 94C വകുപ്പ് പ്രകാരമാണ് സ്പീക്കറിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന പ്രമേയം കൊണ്ടുവന്നത്. 272 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലേ പ്രമേയം പാസ്സാവൂ എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 232 എംപിമാർ ഇന്ത്യ സഖ്യത്തിനുണ്ട്. 28 എംപിമാർ ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് അവിശ്വാസത്തെ പിന്തുണച്ചാൽ അംഗങ്ങളുടെ എണ്ണം 260-ലെത്തും. ഇത് ബി.ജെ.പിക്ക് ശക്തമായ താക്കീതാകുമെന്ന ചിന്ത എൻ.ഡി.എ പാർട്ടികളെ അവിശ്വാസത്തെ പിന്തുണയ്ക്കാൻ പ്രകോപിപ്പിക്കുന്നുണ്ട്. അതേസമയം നോട്ടീസ് പരിശോധിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ലോക്സഭാ സെക്രട്ടേറിയറ്റിനോട് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 94C പ്രകാരമാണ് പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ നടപടിക്രമങ്ങളുടെ നടത്തിപ്പിൽ പ്രകടമായ പക്ഷപാതപരമായ പെരുമാറ്റം ഉണ്ടെന്ന് ആരോപിച്ചാണ് പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ എംപിമാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിയെ ഇംപീച്ച് ചെയ്യാൻ സമയമായി എന്നാണ് അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസിനോടുള്ള ബി.ജെ.പിയുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും രാഷ്ട്രീയത്തിൽ നിന്ന് ഇംപീച്ച് ചെയ്യാൻ സമയമായി എന്നും സ്വന്തം ബോധത്തിൽ നിന്ന് ഇംപീച്ച് ചെയ്യപ്പെട്ടവരാണ് രാജ്യത്തെ ഭരണഘടനാ പദവികളെ ഇംപീച്ച് ചെയ്യാൻ എത്തിയിരിക്കുന്നതെന്നും ഭരണപക്ഷം പറയുന്നുണ്ട്. മാർച്ച് 9 തുടങ്ങുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഭാഗത്തിലെ ആദ്യ ദിവസം തന്നെ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് ഭരണഘടനാ അനുച്ഛേദം 94C പ്രകാരം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നോട്ടീസ് നൽകിയത്.